മേഖലയിലെ കാറ്റാങ്കവലയിൽ അപകടം തുടർക്കഥയായതിനെ തുടർന്ന് റോഡിന്റെ സുരക്ഷ പരിശോധിച്ച് ഉറപ്പു നൽകിയ രേഖ കത്തിച്ച് പ്രതിഷേധിച്ചു. മലയോര മേഖല ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഈ മേഖലയിലില്ലെന്നും ഇതുകൂടാതെ അശാസ്ത്രീയമായിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും നേതാക്കൾ ആരോപിച്ചു. നിർമ്മാണ ഘട്ടത്തിൽ പലതവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ഇവർ പറഞ്ഞു. തുടർന്നാണ് റോഡിന്റെ സുരക്ഷ പരിശോധിച്ച സർട്ടിഫിക്കറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചത്. കുറേ കാലങ്ങളായിട്ട്, അതായത് ഈ റോഡ് വികസിച്ചതിന് ശേഷം 11-12 അപകടങ്ങൾ ഈ ഭാഗത്ത് നടക്കുകയുണ്ടായി. ഇതിന് അപ്പുറമുള്ള ഇറക്കത്തിലും ധാരാളം അപകടങ്ങൾ നടന്നു. പക്ഷേ ഇവിടെയാണ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത്. 8-9 മരണമാണ് ഈ വളവിൽ നടന്നത്. ഒരു മരണ വളവായിട്ടാണ് ഇവിടെ ജനങ്ങളിപ്പോൾ ഈ വളവിനെ കാണുന്നത്. ഈ 3 വർഷമായിട്ട് ഞങ്ങൾ മലയോര മേഖല ജനകീയ വികസന സമിതിയുടെ ഭാഗമായിട്ട് ഈ റോഡിൻ്റെ മുകളിൽ കാറ്റാങ്കവലയും മരുതോം തട്ടിലൊക്കെയുള്ള വനം മേഖലയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന അടക്കമുള്ള പ്രവർത്തികൾ ഈ വികസന സമിതിയാണ് കിഫി അടക്കമുള്ള ആളുകളെ അതിൽ വേണ്ട കോർഡിനേഷൻ കൊടുത്തിട്ട് അത് നിർബന്ധപൂർവ്വം അവരെ കൊണ്ട് അത് ചെയ്യിച്ചത്. സംഭവം 10-30 കിലോമീറ്റർ 126 കോടി രൂപ ചെലവാക്കി മലയോര മേഖല ജനങ്ങളുടെ നികുതി പണമെടുത്ത് വലിയ ഒരു റോഡായി പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ കാത്തുന്ന റോഡായി വരുമെന്നുള്ള പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ജനങ്ങൾക്ക് ഭീതി പരത്തുന്ന ഒരു റോഡായി മാറിയത്. അതിന് പ്രധാന കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് ഈ റോഡിൻ്റെ എഞ്ചിനീയറിങ്ങിലുള്ള പിഴവാണ്. ഈ പിഴവ് മലയോര വികസന സമിതി നിരവധി തവണ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിൻ്റെ റോഡിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അപാകതകൾ അവർ സമ്മതിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്വകാര്യ എഞ്ചിനീയർമാരെ കൊണ്ടുവന്നിട്ട് ഈ റോഡിൻ്റെ സൂപ്പർ എലിവേഷൻ അടക്കമുള്ള കാര്യങ്ങളെ വിശദമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. അതിൻ്റെ ഡയമെൻഷനിലും അതിൻ്റെ മെഷർമെൻറ്റിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് രേഖാമൂലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പോലും തിരുവനന്തപുരത്ത് നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് അവരത് തെറ്റാണ്, ഞങ്ങൾ പറഞ്ഞ തെറ്റാണെന്നും ഈ റോഡിന് ഒരു കുഴപ്പവുമില്ല എന്നും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ റിപ്പോർട്ട് തെറ്റാണെന്നും ഒരു അടിസ്ഥാനമില്ലാത്ത റിപ്പോർട്ടാണെന്നും പലതവണ ഞങ്ങൾ പത്രക്കാരെയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെ അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടും ഇതുവരെയും ഈ റോഡിൽ ഒരു നടപടിയെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. Residential and commercial air condition, refrigerator, washing machine, inverter, water filter, water heater, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.